ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് മിസ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ എക്സാമിനർ ആപ്പ് ഇനി എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം ഇപ്പോഴേ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോവാണ്. അതായത് നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതായത് ഓരോ ക്ലാസ്സസും നമ്മുടെ ടീച്ചേഴ്സ് ഏതൊക്കെ രീതിയിലാണ് എടുക്കുന്നത്, എത്ര നല്ല സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്, എങ്ങനെയാണ് നമുക്ക് നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവുക. നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക, അവിടെ പോയിട്ട് എക്സാമിനർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുക. അപ്പൊ അത് നിങ്ങൾ ഇതിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ എക്സാമിനറിന്റെ ആപ്പ് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ ഏത് ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മൈ സിലബസ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ 8th ആണെന്നുണ്ടെങ്കിൽ 8th സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 9th ആണെന്നുണ്ടെങ്കിൽ 9th സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 6th ആണെങ്കിൽ 6th, ഏത് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ കുട്ടികൾക്ക് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിസ് 9th സെലക്ട് ചെയ്യുന്നുണ്ട്. 9th സെലക്ട് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ കേരള സിലബസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്നത്? പബ്ലിക് എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് എക്സാം എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്ലാസ് ആണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, മലയാളം 1 ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പോൾ മിസ്സിന് ഇപ്പോൾ ഫിസിക്സിലെ ക്ലാസ് ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഫിസിക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ ലേണിംഗ് വീഡിയോസ് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സസ്, വർക്ക്ഷീറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ലൈവ് ക്ലാസ്സസ് ഒക്കെ വരാനായിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ലൈവ് ക്ലാസ്സസ് വീഡിയോസ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്റെ കുട്ടികൾക്ക് ലേണിംഗ് വീഡിയോസ് എന്നുള്ളത് സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ടീച്ചേഴ്സിന്റെ ലേണിംഗ് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോസ് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ എല്ലാ സബ്ജക്റ്റിന്റെയും ഫസ്റ്റ് ചാപ്റ്റർ ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു അവസരം മാക്സിമം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഒരു ആപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയുള്ള എല്ലാ ക്ലാസ്സസും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ്. ഇത് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ മാത്രമല്ല, ഇനിയിപ്പോ നിങ്ങൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഐഫോണിന്റെ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് മറ്റൊരു രീതിയും കൂടി ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വെബ്സൈറ്റിലൂടെയും കാണാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ജസ്റ്റ് ഗൂഗിളിൽ പോവുക, എന്നിട്ട് www.examiner.app എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതേ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും എൻ്റെ കുട്ടികൾക്ക് വരുന്നുണ്ടായിരിക്കുക. വരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടായിരിക്കും. അപ്പൊ ആ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫോൺ നമ്പർ കൊടുക്കേണ്ട ഭാഗത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പൊ ആ ഒരു OTP എന്ത് ചെയ്താൽ മതി, എന്റെ കുട്ടികൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് വേണ്ടത് വെച്ചാൽ ഈ സൈഡിൽ കാണുന്ന ഒരു 3 വരയുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ്, SSLC ആണെങ്കിൽ SSLC, അല്ലെങ്കിൽ +1 ആണെങ്കിൽ +1, +2 ആണെങ്കിൽ +2, അല്ലെങ്കിൽ ക്ലാസ് 9 ആണെങ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മിസ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ലാസ് 9 വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മിസ് ക്ലാസ് 9 സെലക്ട് ചെയ്തു. തൊട്ടടിയിലായിട്ട് തന്നെ സെലക്ട് ബാച്ച് എന്ന് പറഞ്ഞിട്ട് കാണും. അവിടെ നിങ്ങളുടെ ബാച്ചിന്റെ പേര്, ഇപ്പൊ ആൽഫ ബാച്ച് ആണെങ്കിൽ ആൽഫ ബാച്ച്, 8ാം ക്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ ശക്തി ബാച്ച് ആയിരിക്കും ഉണ്ടാവുക, ഇനി 7ാം ക്ലാസ്സിനാണെങ്കിൽ സൃഷ്ടി ബാച്ച് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ ബാച്ചിന്റെ പേരുകൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ അപ്ഡേറ്റ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ആൽഫ ബയോളജി, ആൽഫ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയും എന്ത് ചെയ്യാം, ഇങ്ങനെയും നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് നല്ലൊരു അവസരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ലാപ്പിലായാലും കിട്ടും. അപ്പൊ ഇനി കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ടെൻഷൻ ആയിരിക്കും, ലാപ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ലേ,
ലാപ്പിലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഏത് നിങ്ങൾ ലാപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിലൊക്കെ നമ്മുടെ ആപ്പ് കിട്ടാനായിട്ടുള്ള ഒരു അവസരം ഉണ്ട്. അപ്പൊ എൻ്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് തന്നെ നല്ലൊരു അവസരമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാതും കണ്ട് മനസ്സിലാക്കി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യും എന്നാണെന്നുണ്ടെങ്കിൽ മിസ് ഇത് ഞങ്ങൾ എന്തായാലും ഒന്ന് അടിപൊളിയായിട്ട് ട്രൈ ചെയ്ത് നോക്കും എന്നാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും ചെയ്യാം റെഡി മിസ്, ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ളത് പറയാം. ഓക്കെ.